ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ കൊണ്ട് വന്നതെന്ന് പറയുന്നത് ഇന്നിപ്പോ UPSCയുടെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫൈനൽ ആൻസർ കീയിൽ ശരിക്കും ആശയം വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമുണ്ട്, പക്ഷെ PSC അത് ഡിലീറ്റ് ചെയ്തു. അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടും മാസങ്ങളായിട്ടും ഒക്കെ PSCക്കുള്ള ഒരു പ്രവണതയാണ് ശരിയുത്തരം ഉണ്ടെങ്കിലും ഡിലീറ്റ് ചെയ്യുക, എന്നിട്ട് തെറ്റുത്തരം ഉള്ളതിനെ അവിടെ നിലനിർത്തുകയും ചെയ്യുക. ഇങ്ങനെ ഒരു പ്രവണത എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഉദ്യോഗാർത്ഥികളുടെ വായിൽ നിന്ന് ഇങ്ങനെ തെറിവിളി ഇടക്കിടക്ക് ഇങ്ങനെ എന്ത് ചെയ്യണം, കേൾക്കണം. അപ്പൊ ഉണ്ടാകുന്ന ഒരു മനസ്സുഖം, അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ പരീക്ഷകളിലും ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഓവറായിട്ട് ഡിലീറ്റ് ചെയ്യുന്നതിന് എതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു മാറ്റം നമ്മളിപ്പോ എന്ത് ചെയ്തു, UPSCയുടെ ആൻസർ കീയിൽ അവർ വളരെ എണ്ണം കുറച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലും എന്തുണ്ട്, ശരി ഉത്തരം ഉള്ള ഒരെണ്ണം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം നിങ്ങൾക്ക് ആ ഒരു ചോദ്യം ഒന്ന് കാണിച്ചു തരാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, UPSC ജൂലൈ മാസം 6-ാം തീയതി നടന്ന പരീക്ഷയിൽ താഴെ പറയുന്നവയിൽ ഏതാണ് സംക്രമ ലോഹം അല്ലാത്തത് എന്നുള്ളത്. ഇതിപ്പോ മലയാളം ഡിക്ഷണറി അതേപോലെ തന്നെ ശബ്ദധാരാവലിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയൊക്കെ സംക്രമം എന്ന വാക്കും സംക്രമണം എന്ന വാക്കും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരേ അർത്ഥത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു ണ ഇല്ല എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഇപ്പൊ കാണാൻ പറ്റുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. എങ്കിൽ പോലും എത്ര ആലോചിച്ചാലും ഇതിൽ ആശയത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടിയെ ഒരിക്കലും കൺഫ്യൂഷൻ ആക്കുന്നില്ല. സംക്രമ ലോഹമാണെങ്കിലും അവിടെ ഉത്തരത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എത്താൻ പറ്റുന്ന ചോദ്യമാണ്. പക്ഷെ അത് ഫൈനൽ ആൻസർ കീയിൽ എന്ത് ചെയ്തു, PSC ഡിലീറ്റ് ചെയ്തു. അപ്പൊ ഇത്രക്കൊക്കെ സൂക്ഷ്മതയുള്ള PSC ആണ് എന്നുണ്ടെങ്കിൽ അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണിക്കണ്ടേ. അക്ഷരത്തെറ്റിനൊക്കെ ഡിലീറ്റ് ചെയ്യാനുള്ള ആ ഒരു സൂക്ഷ്മത കാണിക്കുന്ന PSC ഉദ്യോഗസ്ഥരാണെങ്കിൽ അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എന്ത് ചെയ്യണം, കാണിക്കണം. ഇനി നിങ്ങൾക്ക് തൊട്ട് മുമ്പ് ജൂൺ മാസത്തിൽ CPOന്റെ പരീക്ഷയുടെ ചോദ്യ പേപ്പറും അതിന്റെ ഫൈനൽ ആൻസർ കീയിൽ വന്നതും ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. മിസോസ്ഫിയറിന്റെ സവിശേഷതകൾ ഏതൊക്കെ എന്നുള്ളതാണ്. എന്നിട്ട് PSCയുടെ ഫൈനൽ ആൻസർ കീയിലെ ഉത്തരം 1ഉം 4ഉമാണ് അവർ കൊടുത്തിട്ടുള്ളത്. ആ 1ഉം 4ഉം നമുക്കൊന്ന് കാണാം. വൈദ്യുത ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യമുള്ള പാളിയാണിത്. വൈദ്യുത ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യം മിസോസ്ഫിയറിലല്ല എന്നുള്ളത് PSCക്ക് പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് ഫൈനൽ ആൻസർ കീ സ്ഥിരീകരിച്ച ഉദ്യോഗസ്ഥനും അറിയില്ല. ഈ ചോദ്യം ഇട്ട ആൾക്ക് മിസോസ്ഫിയർ എന്നുള്ളത് തെർമോസ്ഫിയറിന്റെ സ്ഥാനത്ത് മാറിപ്പോയതാണ്. അത് എവിടെയെങ്കിലും അംഗീകരിക്കണം, ഫൈനൽ ആൻസർ കീ ഇടുമ്പോഴെങ്കിലും അംഗീകരിക്കണം. സോ ചോദ്യകർത്താവിന് തെർമോസ്ഫിയറിന്റെ സവിശേഷതകൾ ഏതൊക്കെ എന്ന് ചോദിക്കേണ്ടതിന് പകരം മിസോസ്ഫിയർ തന്നെ ആയിപ്പോയി, പാളി തന്നെ മാറിപ്പോയി എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ പാളി തന്നെ മാറിപ്പോയി കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥികൾ ഈ ഫൈനൽ ആൻസർ കീ കാണുമ്പോ അവർ ഈ പാളി ചേർത്ത് ഈ ചോദ്യം ഇട്ടവനെയും ഈ ഉദ്യോഗസ്ഥനെയൊക്കെ വിളിക്കും. അത് എരപ്പാളി എന്നായി പോവും ചിലപ്പോ. സോ വെറുതെ എന്തിനാണ് ഉദ്യോഗാർത്ഥികളെ കൊണ്ട് തെറി വിളിപ്പിക്കാൻ നിൽക്കുന്നത്? നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഇല്ല. ഇതേ തെറി വിളിക്കുന്ന കുട്ടികൾ തന്നെ നല്ല രീതിയിൽ അഭിനന്ദിക്കുകയും ചെയ്യും. നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നല്ലത് പറയാൻ എല്ലാവരും ഉണ്ടാവും. പക്ഷെ ഇതിങ്ങനെ ആഴ്ചക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെറിവിളി കേൾപ്പിക്കുമ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു മനസ്സുഖം എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ചാൽ മതി. ഇനി അടുത്ത ഒരെണ്ണം എന്ന് പറയുന്നത് ഡിഗ്രി പ്രിലിംസിന്റെ മെയ് മാസത്തിൽ നടന്ന 1ാം ഘട്ടത്തിന്റെ ചോദ്യ പേപ്പറിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ ഭൂതാപനിലയമല്ലാത്തത് എന്നാണ് കൊടുക്കേണ്ടത്. പക്ഷെ അതവിടെ കൊടുത്തതിന് അതിന് ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആണ്. ഇതില് ഭൂതാപനിലയല്ല എന്നൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അതിൽ തന്നെ നമ്മൾ ഊഹിക്കണം ഭൂതാപനിലയമല്ലാത്തത് എന്നുള്ളത്. എന്നിട്ട് ഇവിടെ കറക്റ്റ് നറോറയും സിംഗ്രൗളിയും ഈ പറയുന്ന ഭൂതാപനിലയം അല്ലാത്തതാണ്. അപ്പൊ 2ഉം 4ഉമാണ് അവിടെ ആൻസർ വരേണ്ടത്. പക്ഷെ അങ്ങനെ ഒരു ഉത്തരം ഇല്ല, ഓപ്ഷനിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. എന്നിട്ട് PSC എന്ത് ചെയ്യണം, ഫൈനൽ ആൻസർ കീ വരുമ്പോഴെങ്കിലും ഈ ഒരു തെറ്റ് തിരിച്ചറിഞ്ഞ് അത് ഡിലീറ്റ് ചെയ്യണ്ടേ. അത് ഡിലീറ്റ് ചെയ്തില്ല. പകരം ഭൂതാപനിലയം ആയത് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന 1ഉം 3ഉമാണ് അവരെന്ത് ചെയ്യുന്നത്, ഫൈനൽ ആൻസർ കീയിൽ കൊടുത്തത്. അതായത് ചോദിച്ചത് അല്ലാത്തതേത്, കൊടുത്തത് ആയതേത്. അപ്പൊ ഇത്രക്ക് ഈ പറയുന്ന ഒരു ണ വരുമ്പത്തേക്ക് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ വക ആശയം തന്നെ മാറിപ്പോയ സംഗതികളൊക്കെ ഡിലീറ്റ് ചെയ്യണ്ടേ. അപ്പൊ ഇതിൽ നിന്നും എന്ത് വ്യക്തമല്ല, എന്തടിസ്ഥാനത്തിലാണ് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നത് എന്നുള്ളതിന് PSC മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് തോന്നുമ്പോൾ ഓരോരോ ബോധത്തിൽ ഇരിക്കുമ്പോൾ ഓരോ
ഉത്തരങ്ങളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഉദ്യോഗാർത്ഥികൾ പഠിച്ചു വന്ന് ഈ ഉത്തരം എഴുതേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്കായിട്ടൊരു ഉത്തരം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉത്തരങ്ങളും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആശയങ്ങളും എന്ന് പറഞ്ഞിട്ട് ഒരു PSC എന്ന പുസ്തകം ഇറക്ക്. നല്ല ബിസിനസ് ആയിരിക്കും, നല്ല ലാഭവും കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉത്തരവും ആ കാര്യങ്ങളും ഒരു പുസ്തകമാക്കിയിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല ചെലവും ആവും, ഉദ്യോഗാർത്ഥികൾക്കും പ്രശ്നമില്ല, പിന്നെ അത് മാത്രം പഠിച്ച് എഴുതിയാൽ മതിയല്ലോ. പക്ഷെ അപ്പോഴെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അതിലെങ്കിലും ഉറച്ചു നിൽക്കണം. അല്ലാതെ ഇതുപോലെ അല്ലാത്തവ ഏത് എന്ന് ചോദിക്കുക, എന്നിട്ട് ആയത് ഉത്തരവും കൊടുക്കുക, എന്നിട്ട് ഉദ്യോഗാർത്ഥികൾ ആയത് എന്ന് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ അല്ലാത്തത് എന്ന് കൊടുക്കുക. ഈ ഒരു പ്രവണത എന്തായാലും എന്ത് ചെയ്യാൻ പറ്റില്ല, വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. പിന്നെ ഈ പറയുന്ന ഉദ്യോഗാർത്ഥികളുടെ ലൈഫ് ഫ്യൂച്ചർ എന്നൊക്കെ പറയുന്നത് നിങ്ങളെയൊക്കെ PSCയിൽ ഈ പറയുന്ന ഫൈനൽ ആൻസർ കീ ഒക്കെ അംഗീകരിച്ച് അപ്ലോഡ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ ഭാവി ജീവിതമാണ് എന്ത് ചെയ്യുന്നത്, ഈ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അവരുടെയൊക്കെ ശാപമൊന്നും മുഴുവനായിട്ട് ഏറ്റുവാങ്ങാൻ ഈ ആയുസ്സൊന്നും തികയാതെ വരും. അപ്പൊ ഇനിയെങ്കിലും ഈ പറയുന്നതിൽ ഒരു മാറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ പ്രതിഷേധിക്കുന്നത്. പിന്നെ ഈ പറയുന്ന ആൻസർ കീ ഇതുപോലെയൊക്കെ ഡിലീറ്റ് ചെയ്യുന്നതിൽ PSCയെ മാത്രം പറഞ്ഞിട്ടും കാര്യമില്ല. കഴിഞ്ഞ UPSCയുടെ പരീക്ഷ കഴിഞ്ഞ സമയത്ത് ഒരു ടീം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 4 ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണം, അത് എങ്ങനെയൊക്കെയാണ് ഡിലീറ്റ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്ന് കാളിബംഗനുമായി ബന്ധപ്പെട്ട ചോദ്യം, രണ്ടാമത്തേത് എന്ന് പറയുന്നത് മാത്സിന്റെ, അത് പിന്നെ എല്ലാവർക്കും തെറ്റായിട്ടുള്ള ചോദ്യമാണ്, അത് ഡിലീറ്റ് ചെയ്യണം എന്നുള്ളത്. ഒന്ന് ഇംഗ്ലീഷിൽ റാൻ ഔട്ട് എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ, ഒന്ന് സൈക്കോളജിയിലെ സ്വാംശീകരണം. എന്നിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് മെഴുകി, അതായത് ഉദ്യോഗാർത്ഥികളെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ശരിയായിട്ടുള്ള ഉത്തരം ഉള്ളത് പോലും ഡിലീറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ഇറങ്ങുന്നവർ, അവർക്ക് അണ്ണാക്കിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് PSC. അവര് പറഞ്ഞ 4 ഡിലീറ്റ് ചെയ്യാനുള്ള തെറ്റുള്ളത് ഒഴികെ 3 എന്ത് ചെയ്തിട്ടില്ല, PSC ഡിലീറ്റ് ചെയ്തിട്ടില്ല. ആ ആൻസർ നിലനിർത്തുകയും ചെയ്തു. അതന്നെയാണ് അവർക്കുള്ള മറുപടി. തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആരാണെങ്കിലും, നമ്മളെല്ലാം തികഞ്ഞ ആളുകൾ എവിടെയും ഇല്ല, നമുക്കൊക്കെ തെറ്റ് പറ്റാം. തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് അംഗീകരിക്കുക, തിരുത്താൻ തയ്യാറാവുക എന്നുള്ളതാണ്. സോ PSC മാത്രമല്ല ഈ പറയുന്ന ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവാദികൾ എല്ലാം വെറുതെ പല സോഴ്സുകളും വെച്ചിട്ട് എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. PSCക്ക് ചെയ്യാവുന്നത് ആ പറഞ്ഞതിൽ ന്യായമുണ്ടെങ്കിൽ മാത്രം അത് അംഗീകരിക്കുക. അല്ലാത്തവ എന്ത് ചെയ്യുക, PSCയുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടെങ്കിൽ PSC ഡിലീറ്റ് ചെയ്യട്ടെ. അല്ലാതെ PSCക്ക് ഒരു അക്ഷരം മാറിപ്പോയതിന് ഉദ്യോഗാർത്ഥികൾ എന്ത് പഴിച്ചു, ഇത്രയും കാലങ്ങള് ഇത്രയും സമയവും ഒക്കെ മെനക്കെടുത്തിയിട്ട് ലൈഫിന്റെ ഒരു പാർട്ട് തന്നെ PSCക്ക് വേണ്ടി നീക്കി വെച്ചിട്ട് ഈ വക ചെറ്റത്തരം എന്നാണ് ഇതിന് പറയുക. കാരണം വെച്ചാൽ ഉത്തരം ഉണ്ടായിട്ടും ആ ഉത്തരം ഉള്ളതിന് മാർക്കും കൊടുക്കുന്നില്ല, ഉത്തരം ഇല്ലാത്തതിന് ഫൈനൽ ആൻസർ കീഴിൽ നിലനിർത്തുകയും ചെയ്യുക. സോ ഈ പരിപാടി ദയവ് ചെയ്ത് ഇനിയെങ്കിലും നിർത്തണം എന്നുള്ളത് PSCയോട് അപേക്ഷിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂട്യൂബിലാണെങ്കിലും ഇത് ഷെയർ ചെയ്ത് PSCയിൽ എത്തും എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഇത് മാത്രമൊന്നുമല്ല, ഇതിപ്പോ മെയ്, ജൂൺ, ജൂലൈ മാസത്തിൽ 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ തെറ്റുകൾ ഇഷ്ടം പോലെ കടന്നുകൂടിയത് കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് പ്രതിഷേധിച്ചത്. എന്തായാലും വീണ്ടും കാണാം. താങ്ക് യു.